1201 കർക്കിടക മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. 17/7/2026 മുതൽ 16/8/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് നടത്തുന്നത്. അത് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. സന്താനങ്ങൾക്കുള്ള ദുരിതങ്ങൾ മാറിക്കിട്ടും. ഏതെങ്കിലും തരത്തിൽ സന്താനങ്ങൾക്ക് കഷ്ടപ്പാടുകളോ ദുരിതങ്ങളോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനുള്ള തടസ്സങ്ങളോ എന്തുണ്ടെങ്കിലും അതെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണിത്. മനോവിചാരങ്ങളായ ഏതെങ്കിലും രീതിയിൽ മാനസികമായി ഡിപ്രഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. നിങ്ങളുടെ പദവികളിൽ വീഴ്ച വരുമോ എന്ന ഒരു ഭയം, അതായത് ഡിമോഷനൊക്കെ കിട്ടുമോ എന്നുള്ളൊരു ഭയം മാറിക്കിട്ടുന്നു. അതുപോലെ ഏത് സമയവും മരിക്കുമോ എന്നുള്ള ഭയം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, അവർക്കത് മാറിക്കിട്ടുന്നു. അതുപോലെ ശത്രുക്കളുടെയും അസൂയാലുക്കളുടെയും ശല്യം കുറയുന്നു. കാര്യങ്ങൾ എല്ലാം ഒരുവിധം നല്ല രീതിയിൽ നടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. കാലതാമസമൊന്നും വരുന്നില്ല. എവിടെ ചെന്നിരുന്നാലും കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ സാധിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ പേരുദോഷമുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നു. അത് വിവാഹം മൂലം പുതിയ ബന്ധുമിത്രാദികൾ ലഭിക്കുന്നു. ജോലി, അതായത് തൊഴിലിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, അതായത് എന്തെങ്കിലും രീതിയിൽ നിങ്ങളൊരു സംരംഭകനാണെങ്കിൽ അവിടെയുള്ള തടസ്സങ്ങളോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള തടസ്സങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി വേറെ എവിടെയെങ്കിലും ചെന്നിട്ട് അവിടെ ഉള്ള തടസ്സങ്ങളോ അതെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടുന്നു. ആരെങ്കിലും വാദരോഗമുണ്ടെങ്കിൽ, പലതരം വാദരോഗങ്ങളുണ്ട്, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കെല്ലാം ആശ്വാസം ലഭിക്കുന്നു. ബന്ധുക്കളുടെ സഹായവും സഹകരണവും ലഭിക്കുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് ചിക്കൻ ബോക്സ് എന്ന രോഗം പിടിപെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ശരീരം മൊത്തം പുണ്ണുകൾ അല്ലെങ്കിൽ ചിക്കൻ ബോക്സ് അല്ലെങ്കിൽ ശരീരത്തിലെ ഏതെങ്കിലും രീതിയിലുള്ള അലർജി മൂലമോ അല്ലാതെയോ പുണ്ണുകൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. കണ്ണിലും ഉദരത്തിലും ചില രോഗങ്ങൾ ചിലർക്ക് വരാം. ചിലർക്ക് കഠിനമായ ദേഹോദ്രവം ഏൽക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി ഈ വിശാഖം നക്ഷത്രക്കാരുടെ ഫലങ്ങൾ പ്രായത്തിനനുസരിച്ചാണ് ഞാൻ പറയുന്നത്. 15 വയസ്സ് വരെയുള്ള വിശാഖം നക്ഷത്രക്കാർക്ക് ബാല്യകാലം ചില കുട്ടികൾക്ക് വളരെ ഒരു മോശപ്പെട്ട നല്ലൊരു സമയം എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് മോശപ്പെട്ട സമയമാണ്. പല രീതിയിലും ബാല്യകാലത്തുള്ള അസുഖങ്ങളും അല്ലാതെയൊക്കെ വരണതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. കുറച്ച് കഷ്ടപ്പാടും ഒക്കെ ഉണ്ടാകാം. 5 വയസ്സിന് ശേഷം അല്പാൽപമായി ഈ ജീവിതത്തിലെ പുരോഗതി വരുന്നതിന് സാധിക്കുന്നു. അന്യന്മാരിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ധന സഹായം ലഭ്യമാകാം. വിദ്യാഭ്യാസം ആദ്യം ആരംഭഘട്ടത്തില് അഡ്മിഷന്റെ ആ ഘട്ടത്തിലൊക്കെ ചില പ്രയാസങ്ങളും തടസ്സങ്ങളും ഉണ്ടാകുമെങ്കിലും അത് പിന്നീടെല്ലാം അത് നേരെയായി മുന്നോട്ട് പോകുന്നു. ഉദ്ദേശിച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടാതിരിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ ഉള്ള പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടുന്നു. ആദ്യമൊക്കെ ബന്ധുക്കളുടെ സഹകരണം നല്ല രീതിയിൽ ലഭ്യമാകുന്നു. ചില കുട്ടികൾക്ക് റിക്കറ്റ്സ് എന്ന അസുഖം വരാം. വൈറ്റമിൻ ഡി മിനറൽസിന്റെ ഒക്കെ കുറവ് മൂലമുള്ള അസുഖങ്ങൾ അപൂർവം ചില കുട്ടികൾക്ക് വരുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അത് ചികിത്സ എല്ലാം നല്ല രീതിയിൽ ഉള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ ചിലർക്ക് വിവിധ ഭാഷകൾ ഈ ചെറുപ്രായത്തിൽ തന്നെ പഠിച്ചു തുടങ്ങുവാനായിട്ട് സാധിക്കുന്നു. 15 വയസ്സ് മുതൽ 34 വയസ്സ് വരെയുള്ള വിശാഖം നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസം തുടർന്നു പോകുമെങ്കിലും ചിലർക്ക് ചില തടസ്സങ്ങളൊക്കെ കാണുന്നുണ്ട്. വൈകിയാണെങ്കിലും ഇവർക്ക് മികച്ച വിദ്യാഭ്യാസം നേടുന്നതിനുള്ള ഭാഗ്യമുണ്ട്. അതുപോലെ തന്നെ ഉയർന്ന തസ്തികയിൽ അവർ ആഗ്രഹിച്ചിരിക്കുന്ന ഉയർന്ന തസ്തികയിൽ ജോലി നോക്കുന്നതിനും അവർക്ക് സാധിക്കുന്നു. ചില രോഗങ്ങൾ അലട്ടുമെങ്കിലും ജീവിതം മുന്നോട്ട് തന്നെ നല്ല രീതിയിൽ പോകുന്നു. വൈദ്യസഹായം ഇവർക്ക് എപ്പോഴും ലഭ്യമാകും. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഈ സമയത്ത് വിവാഹം കഴിക്കുന്നതിനും സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനും യോഗം കാണുന്നുണ്ട്. ഇതിൽ ചിലർ കലാരംഗത്തും സാഹിത്യ രംഗത്തൊക്കെ വളരെയധികം കഴിവുള്ളവരായിരിക്കും. അങ്ങനെ അവർ അതുമായി ബന്ധപ്പെട്ട മറ്റു തൊഴിലുകളിലും അവർക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. അതിൽ അവർക്ക് നല്ല രീതിയിലുള്ള മികച്ച പ്രകടനം അവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നതിനാൽ അവര് കയറുന്ന തസ്തികയിൽ വളരെ ഉയരങ്ങളിൽ എത്തിച്ചേരാൻ അവർക്ക് സാധിക്കും. അതുപോലെ ധനവും വീടും വാഹനങ്ങൾ ഐശ്വര്യങ്ങളെല്ലാം ഈ കാലഘട്ടത്തിൽ അവർക്ക് ഉണ്ടാകുന്നു. സ്വന്തം നിലയ്ക്ക് ചേരാത്തവരുമായി ഒരിക്കലും ഒരു ബന്ധം സ്ഥാപിക്കാൻ പോകരുത്. അതുപോലെ കൃഷി ആണ്, കൃഷിയുടെ തോട്ടങ്ങളൊക്കെ വെച്ച് തെങ്ങ് അങ്ങനെയൊക്കെ വലിയ വലിയ തോട്ടങ്ങൾ വെച്ച് കൃഷി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കിത് വളരെ യോജിച്ച ഒരു സമയമാകുന്നു. അതുപോലെ ഇവർക്ക് പൊതുവെ ഒരു കാര്യസിദ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണിത്. 34 വയസ്സ് മുതൽ 51 വയസ്സ് വരെയുള്ള വിശാഖം നക്ഷത്രക്കാർക്ക് ആരോഗ്യകരമായി പൊതുവെ മെച്ചപ്പെട്ട ഒരു സമയമാണ്. കലയിലും സാഹിത്യത്തിലും മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഇതുവഴി ധാരാളം പുതിയ ബന്ധങ്ങൾ സ്നേഹിതന്മാരും ഉണ്ടാകുന്നു. ആരുമായും
പിന്നെ വളരെയധികം അടുത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകാൻ ഇവർക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ ചില വിശാഖ നക്ഷത്രക്കാർക്ക് ധാരാളം ആരാധകരുണ്ടാകുന്നു. അതുപോലെ ഇതിൽ ചില അപൂർവം ചില വിശാഖ നക്ഷത്രക്കാർ ഗവേഷണപരമായ രംഗത്തേക്ക് തിരിയാൻ സാധ്യതയുണ്ട്. ഇവിടെയും വീടും വാഹനവും ഒക്കെ വാങ്ങുന്നതിനും സ്ഥലം, തോട്ടം എന്നിവയൊക്കെ വാങ്ങുന്നതിനുള്ള ഒരു യോഗം ഈ സമയം കാണുന്നുണ്ട്. വേണമെന്നുള്ളവർക്ക് അതൊക്കെ സാധിക്കാവുന്നതേ ഉള്ളൂ. ധനപരമായി നല്ല രീതിയിൽ സമൃദ്ധി ഉണ്ടാവുകയും വളരെ മികച്ച നിക്ഷേപങ്ങളിൽ അല്ലെങ്കിൽ സമ്പാദ്യ പദ്ധതികളിൽ നിക്ഷേപിക്കുവാനും ഇവർക്ക് സാധിക്കുന്നു. അലർജിയുടെ ഒരു ശല്യം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അവാർഡുകളും അംഗീകാരങ്ങളും ഇവരെ തേടി എത്തുന്നു. സർക്കാരിൽ നിന്ന് ചില ആനുകൂല്യങ്ങൾ ഈ സമയം അവർക്ക് ലഭ്യമാകുന്നു. ധാരാളം പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഇവർക്ക് ലഭിക്കുന്നു. ഏത് രംഗത്താണോ അവർ പ്രവർത്തിക്കുന്നത് ആ രംഗത്ത് നിന്ന് ധാരാളം സുഹൃത്തുക്കൾ ലഭിക്കുന്നു. അതുപോലെ ഏത് രംഗത്തായിരുന്നാലും മികച്ച രീതിയിൽ ഉത്സാഹപൂർണമായ ആത്മാർത്ഥതയോട് കൂടിയുള്ള പ്രകടനം കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കുന്നത് ഇവരുടെ പ്രത്യേക കഴിവാണ്. കണ്ണിന് ഈ സമയം ചിലപ്പോൾ ഒരു വിദഗ്ധ ചികിത്സ വേണ്ടി വന്നേക്കാം. മാനഹാനി വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈശ്വര അനുഗ്രഹമുള്ള ഒരു സമയവും കൂടിയാണ്. 51 വയസ്സ് മുതൽ 58 വയസ്സ് വരെയുള്ള കാലത്ത് അശ്രദ്ധ കാട്ടാതിരുന്നാൽ ധാരാളം ധനനേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. പൊതുവെ ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു കാലമാണ്. ചതിയിലും വഞ്ചനയിലും പെടാതെ ശ്രദ്ധിക്കേണ്ടതാണ്. തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങൾ പലതും സന്ദർശിക്കാനുള്ള ഒരു ഭാഗ്യവും ഇവർക്ക് ലഭിക്കുന്നു. ചിലപ്പോൾ അവിടുത്തെ സ്ഥിര താമസമാക്കാനും സാധ്യത കാണുന്നുണ്ട്. ശത്രുക്കളും അസൂയാലുക്കളുമായ ആൾക്കാരുമായിട്ട് നിങ്ങൾ ഒരു രീതിയിൽ ഒരു ബന്ധം സ്ഥാപിക്കരുത്. അവർ നിങ്ങളെ ചതിയിൽപ്പെടുത്തും. വിദ്യാഗുണം, കലയോടുള്ള അറിവിൽ നിമിത്തം ഏറെ ഗുണങ്ങൾ അവർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. ഇവർ പഠിച്ച വിദ്യകളും അറിയാവുന്ന കലാ കഴിവുകളും വെച്ച്, സാഹിത്യ കഴിവുകൾ വെച്ച് അവർക്ക് എവിടെയും മുന്നേറാൻ സാധിക്കുന്നു. ഈ സമയത്ത് കേസുകൾ തുടങ്ങുവാൻ പറ്റിയ സമയമല്ല. ആയതിനാൽ ഈ കാലം ഒന്ന് ക്ഷമിച്ചിരിക്കുക. നിലവിൽ കേസുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വിജയം ലഭിക്കുന്നതാണ്. 58 വയസ്സ് മുതൽ 78 വയസ്സ് വരെയുള്ള കാലത്ത് ഇവിടെ കാണുന്നത് മിക്കവാറും വിശാഖ നക്ഷത്രക്കാർക്ക് ഒരു വിദേശവാസമാണ് കാണുന്നത്. ജീവിതത്തിലെ സുപ്രധാനമായ വഴിത്തിരിവുണ്ടാകുന്ന ഒരു സമയവും കൂടിയാണിത്. പുതിയ ഒരു താൽക്കാലിക ജോലി സർക്കാരിൽ നിന്നും ഇവർക്ക് ഒരു 5 വർഷത്തേക്കോ 4 വർഷത്തേക്കൊക്കെ ഒരു താൽക്കാലിക അധികാരമുള്ള ജോലി ഇവർക്ക് ലഭ്യമാകാൻ സാധ്യതയുണ്ട്. വളർത്തു മൃഗങ്ങൾ ധാരാളം ഇവർക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് കൃഷിയിലും മറ്റും ശ്രദ്ധ തിരിയുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ നിധിയോ ലോട്ടറിയോ അങ്ങനെ പുരാവസ്തുപരമായിട്ടുള്ള സാധനങ്ങളോ ഇവർക്ക് ലഭിക്കുന്നതിനുള്ള ഒരു ഭാഗ്യവും കൂടിയുണ്ട്. പൊതുവെ ഐശ്വര്യം നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും ഇവർക്ക്. ആഗ്രഹങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. ചെറിയ രീതിയിലുള്ള അലർജി പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാമെങ്കിലും അതെല്ലാം ചികിത്സ കൊണ്ട് മാറിക്കിട്ടുന്നു. ഇവിടെ അന്യദേശം താമസിക്കുന്നവർക്ക് ധാരാളമായിട്ട് സമ്പാദിക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നു. വാദത്തിന്റെയും കഫത്തിന്റെയും അലർജിയുടെയും ചില ഉപദ്രവങ്ങൾ ഈ സമയം ഉണ്ടാകാം. 78 വയസ്സിന് മുകളിലോട്ടുള്ള വിശാഖം നക്ഷത്രക്കാർക്ക് പലതരത്തിലുള്ള നേട്ടങ്ങൾ വരാമെങ്കിലും ചില രോഗങ്ങൾ ശല്യം ചെയ്യാം ഇവര്. എങ്കിലും ധനം ഉള്ളതിനാൽ ചികിത്സ ലഭിക്കുകയും രോഗം ഭേദമാകുകയും ചെയ്യുന്നു. ശരീരത്തിന് ഒടിവും ചതവും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ധനത്തിന് മറ്റും ഐശ്വര്യങ്ങൾക്കും ഒരു കുറവും വരുന്നില്ല. അംഗീകാരങ്ങളും അവാർഡുകളും ബഹുമതികളൊക്കെ ഇവർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. ഒരു താളത്തിൽ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. വനവും പർവ്വതങ്ങളും നിറഞ്ഞ പ്രദേശങ്ങളിൽ ഇവർക്ക് താമസിക്കാനായിട്ട് ആഗ്രഹം വരാം. ചിലപ്പോൾ അവിടെ ആയിരിക്കും ഇവർ താമസിക്കുന്നത്. കൃഷികാര്യാദികൾ ചെയ്യുന്നതിനും നൂതനമായ രീതിയിൽ വീട് വയ്ക്കുന്നതിനും ഇവർക്ക് ഭാഗ്യമുണ്ട്. ഇവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ആദിത്യനും ഗുരുവും യോഗം നടക്കുന്നതിനാൽ നേതൃത്വ പാഠവും ഉള്ളവർക്ക് നേതൃത്വമായിട്ട് രാഷ്ട്രീയ രംഗത്തേക്ക് പൊതുപ്രവർത്തനത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ അതിൽ കാലെടുത്ത് വെക്കാൻ പറ്റിയ ഒരു സമയമാണിത്. അതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ അറിവ് സമ്പാദിക്കാനും പറ്റിയ ഒരു സമയമാണ്. ആഗ്രഹത്തെ ബുദ്ധിശക്തിയുമായി യോജിക്കുന്ന ഒരു സമയമാണ്. അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താകണം ഏതാകണം എന്നുള്ള ആഗ്രഹങ്ങൾ ബുദ്ധിപരമായി ആലോചിച്ച് തീരുമാനം എടുക്കേണ്ട ഒരു സമയമാണ്. പല വ്യക്തികളെയും മാന്യന്മാരായ ബഹുമാന്യരായ വ്യക്തികളാക്കി നേതാക്കളാക്കി മാറ്റുന്ന ഒരു സമയമാണ്. ആൾക്കാരിലെ മികച്ച ധാർമ്മിക ബോധം ഉണ്ടാകാം. ചന്ദ്രനും ശുക്രനും കേതുവും കൂടി ഒരു രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ആത്മീയ കാര്യങ്ങളിൽ ആശയക്കുഴപ്പം ഭക്തജനങ്ങൾക്ക് വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. ദൈവമുണ്ടോ, മതഗ്രന്ഥങ്ങൾ പറഞ്ഞിരിക്കുന്നതെല്ലാം ശരിയാണോ എന്നുള്ള ഒരു ആശയക്കുഴപ്പം, കൺഫ്യൂഷൻ ഉണ്ടാകാം. ബന്ധങ്ങളിൽ നിന്നും ഈ സമയം ചിലർ അകന്നു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. കേതു ശുക്ര യോഗത്തിനാൽ ബന്ധങ്ങളിൽ പല രീതിയിലുള്ള
സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും ഒരു ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതായത് ഒരു പരസ്പരം വിശ്വാസമില്ലാത്തൊരവസ്ഥ ചിലർക്കുണ്ടാകാം. പല ബന്ധങ്ങളിലും അതുണ്ടാകാം. യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങളിൽ, ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ യുക്തിപൂർവ്വം നമ്മൾ ചിന്തിച്ചാൽ ഒരിക്കൽ പോലും നടക്കാൻ സാധ്യതയില്ലാത്ത ആ ഒരു കാര്യങ്ങളെ കുറിച്ച് നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ ചിലർ കാത്തിരിക്കുന്നതായിട്ടും കാണാം. വ്യക്തിപരമായ ബന്ധങ്ങളെ പോലും അകറ്റി നിർത്തുന്ന ഒരു സമയമാണ്. ആത്മീയതയിൽ നിന്നും അകന്നു പോകുന്നതിന് ചില ഭക്തജനങ്ങൾ അകലുന്നു. ആഡംബരത്തിന് വേണ്ടി ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെടുകയോ കൊള്ളയടിക്കുകയോ ചെയ്യുന്നു. അതുപോലെ പുണ്യപ്പെട്ട ഗ്രന്ഥങ്ങൾ, മതഗ്രന്ഥങ്ങൾ ചില കപട ആചാര്യന്മാർ മോശമായി ദുർവ്യാഖ്യാനം ചെയ്യുന്നതിനാൽ ഭക്തജനങ്ങൾക്ക് ഭയങ്കരമായ ആശയക്കുഴപ്പം ഉണ്ടാകുന്നു. ഏതായാലും ഭക്തജനങ്ങൾക്കൊരു നല്ല കാലമല്ല ഈ കർക്കിടക മാസം. നിങ്ങൾക്ക് ഉള്ള ജ്യോതിഷപരമായോ പൂജപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ കർക്കിടക മാസത്തിൽ, ഇന്ന് കർക്കിടക 1-ാം തീയതിയാണ്, ഈ മാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.